എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. പിന്നെ അനീഷ് പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. അനീഷായിട്ട് ഒരിക്കലും വഴക്കുണ്ടായിട്ടില്ല. അയ്യോ അനീഷായിട്ട് വഴക്കുണ്ടാക്കില്ല ഞാൻ ഏറ്റവും കൂടുതൽ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ അനീഷായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് മിനിറ്റിലാണ് അത് പ്രപ്പോസ് ചെയ്തു. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഞാൻ പുള്ളി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ നിന്നത്. പെട്ടെന്ന് ഒരാളുടെ ഇങ്ങനെ ഇഷ്ടമാവും, അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു, അത് നിന്റെ തെറ്റ്. പക്ഷെ പുള്ളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്താ ആ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ മതി. എന്റെ ക്യാരക്ടർ വെച്ച് പുള്ളി നല്ല ക്യാരക്ടറാണ്. എന്റെ രണ്ടുപേരും ഒരു വീട്ടിൽ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളില്ലേ. സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടാണെങ്കിലും ഞാൻ ഓവർ ചെയ്യുമായിരുന്നു. ഞാൻ പുള്ളിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവന്റെ സിലക്ഷൻ വളരെ മോശമാണ്. നല്ലൊന്നും നല്ലൊരു കാര്യം കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്നെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റൂല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? നമ്മളോട് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കും. ആഗ്രഹം അങ്ങനെയില്ല. എനിക്ക് ആഗ്രഹം കല്യാണം കഴിക്കും. ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കും. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. എങ്ങനത്തെ ഒരാളാ വേണ്ടത്? ഇപ്പൊ പറഞ്ഞു എന്റെ മനസ്സിലും കുറച്ച് പ്രതീക്ഷകളില്ലേ. ആ പ്രതീക്ഷ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം. എന്റെ ലൈഫിൽ എന്റെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. പിന്നെ നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിയായിരിക്കണം. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിന് മുന്നേക്ക് അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അതാണ് ചൈന ഭാഷ പറയുന്നോടാ. ഇതിനകത്ത് ആഗ്രഹമൊന്നുമില്ല, ഇതൊക്കെ നോർമൽ. എന്നെ ഇട്ടിട്ട് പോവാ. അത് ലൈഫിലും കൂടെ ഉണ്ടായിരിക്കണം. ആ ഒരു എന്നെ വിശ്വസിക്കണം. നോക്കിയിരുന്നോ? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ട. അതിന് 2-3 പ്രാവശ്യം അകത്ത് പറഞ്ഞൊരു കാര്യം ലാലേട്ടും ചോദിച്ചു കണ്ടിട്ട് അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും അവനോട് പറഞ്ഞു വിട്ടിട്ട് കൊടുക്കുന്ന കാശിന് കണ്ടിട്ട് തരണം. അതെനിക്ക് അത്ര ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അതായത് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പൊ എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു അതെ ജയിലിൽ കണ്ടന്റ് കൊടുക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി. ഓർമ്മ വരുന്നില്ലേ? കേട്ടാലും പറയാൻ പറ്റും. അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി. ഓർമ്മ വരുന്നില്ലേ? കേട്ടാലും പറയാൻ പറ്റും. അങ്ങനെ കേൾക്കുന്ന മാത്രം വിശ്വസിക്കണത് മോശമല്ലോ. അപ്പൊ പുള്ളി അതെ ഞാൻ ജയിലിൽ പോയി കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ, കിട്ടുന്ന കാശിനെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കേണ്ടത് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞതാണ്. അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊല ഇല്ലാത്ത കൊമ്പൻ. എപ്പോഴും ഷാൻലാനൂരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഹാളിലെ ഇതിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കൊടുക്കുന്ന കാശിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ആൻലാനൂരുടെ അടുത്ത് ആരോട് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പിന്നെ എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും.